ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ചാനലിനെ തന്നെ ഇട്ടിട്ടുള്ള പ്രൈസ് ആക്ഷൻ ഒക്കെ പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളിപ്പോൾ എൻ്റെ ചാനലിൽ നല്ല പ്രൈസ് ആക്ഷൻ വെച്ച് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇപ്പം സ്മാർട്ട് മണി കോൺസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ് ട്രേഡിംഗിൽ. സോ അത് വെച്ച്, അതായത് സപ്ലൈ ഡിമാൻഡ് എന്ന് പറയില്ലേ, സോ ഈ സംഭവം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡിംഗ് വ്യൂവിനകത്ത് ഒരു ഹിഡൻ ഇൻഡിക്കേറ്റർ തന്നെയുണ്ട്. സാധാരണ ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റർ വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യാന്നുള്ളതിനുപരി നമുക്ക് വേണ്ട ഇൻഫർമേഷൻ, നമുക്ക് പ്രൈസ് ആക്ഷൻ സീരീസ് തന്നെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. ആ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് വേണമെങ്കിൽ റിസർച്ച് ചെയ്ത്, ഫ്രീ ഇൻഡിക്കേറ്റർ ആണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂ ഉണ്ടെങ്കിൽ മാത്രം, ട്രേഡിംഗ് വ്യൂ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇൻഡിക്കേറ്റർ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതെന്താന്നുള്ളത് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് 2 ദിവസം മുമ്പ് ടെലിഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഇതൊരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. 2 ദിവസം മുമ്പ് ടെലിഗ്രാമിൽ ഇട്ടിരുന്നു ഫണ്ടഡ് അക്കൗണ്ടിനെ കുറിച്ചിട്ട്. ബിറ്റ് ഫണ്ടഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഉണ്ട്. ഇതിപ്പം വേറൊരു ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജിയാണ്. EMA പ്ലസ് RSI വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഇത് ഒരു കോമൺ സ്ട്രാറ്റജിയാണ് കേട്ടോ. പ്രൈസ് ആക്ഷൻ ഒന്നും ചെയ്യാത്ത ഒരാളാണെങ്കിൽ, അതും പഠിക്കാത്ത ഒരാളാണെങ്കിൽ വളരെ ബേസിക് ആയിട്ട് 2 EMAയും RSIയും വെച്ചിട്ട് നമുക്ക് ചെറിയ ചെറിയ പൊസിഷൻസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്താൽ മതി. ഞാൻ ഈ ഒരു സ്ട്രാറ്റജിയെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഫണ്ടഡ് അക്കൗണ്ടിനെ കുറിച്ചാണ്. ബിറ്റ് ഫണ്ടഡ് ക്രിപ്റ്റോ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന സംഭവമാണ്. അതായത് നിങ്ങളിൽ ഇപ്പം ട്രേഡ് ചെയ്യാൻ പൈസ ഇല്ല എന്ന് വിചാരിക്കുക. നിങ്ങളിൽ ഇപ്പം വലിയ രീതിയിലൊരു, നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഒന്ന് സെറ്റിൽ ആവാൻ കുറച്ച് വലിയ പ്രോഫിറ്റ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ അതിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ എമൗണ്ട് ഇടാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്ന ഒരു സംഭവമാണ് ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറയുന്നത്. യൂഷ്വലി ഫണ്ടഡ് അക്കൗണ്ട്സ് എവിടെ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോറക്സ് ഒക്കെ ട്രേഡ് ചെയ്യുന്നവരാണ് ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ ഈ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ക്രിപ്റ്റോന് വേണ്ടി മാത്രമാണ്. ഇപ്പൊ ഈ ഫണ്ടഡ് അക്കൗണ്ട് തുടങ്ങിയതിന്റെ അക്കൗണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഇതിനകത്തുള്ള പേഴ്സ് ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. കാരണം ഇതിന്റെ പ്ലാറ്റ്ഫോം ഉണ്ട്. പക്ക നമ്മുടെ ഒരു വലിയൊരു ട്രേഡിംഗ് എക്സ്ചേഞ്ച്, ബൈനാൻസ് ഒക്കെ പോലെ, വളരെ ബൈനാൻസ് നല്ല അതുപോലെ അത്യാവശ്യം ഭയങ്കര ഈസി ആയിട്ട് ഇന്റർഫേസ് ആണ്. മൊബൈൽ ആപ്പ് അറ്റ് ദ മൂവ്മെന്റ് ഇല്ല. നമുക്ക് ഇവരുടെ വെബ്സൈറ്റ് മൊബൈൽ ബ്രൗസറിലൂടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറന്റ് ടോപ്പ് 100 ക്രിപ്റ്റോസ് മാത്രമേ ഉള്ളൂ. അതായത് ചവറ് ടോക്കൺസ് ഒന്നും ഇല്ല. സോ ട്രേഡിംഗ് എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ണി കണ്ട ടോക്കൺ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യരുത്. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ 1, 2, 3 സ്റ്റോക്ക് അല്ലെങ്കിൽ ക്രിപ്റ്റോ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് അതിന് മാത്രം ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടും. ഇനിയിപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ, നിങ്ങളിൽ വലിയൊരു എമൗണ്ട് ഇല്ല എന്ന് വിചാരിക്കുക. ഇത് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് തന്നെയാണല്ലോ. സോ ആ ഒരു ബിസിനസ് കോൺസെപ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ചില വലിയ വലിയ റിയൽ ബിസിനസ് ആണെങ്കിൽ നല്ല എമൗണ്ട് കിട്ടും. റിയൽ ബിസിനസ് പറഞ്ഞാൽ ഫിസിക്കൽ ആയിട്ടുള്ള ബിസിനസ് ആണെങ്കിൽ നല്ല രീതിയിൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യും. അപ്പോൾ ട്രേഡിംഗ് പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഇല്ല എന്നാൽ നിങ്ങൾക്ക് ട്രേഡിംഗ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന ചിന്തയാണ്. നിങ്ങൾക്ക് അറിയാം ട്രേഡിംഗ്. അങ്ങനെയുള്ളവർക്ക് മാക്സിമം ഏറ്റവും കുറഞ്ഞ എമൗണ്ട് എന്ന് പറഞ്ഞത് $79 സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഈ $79 നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് $5000 അക്കൗണ്ട് ആണ് കിട്ടുന്നത്. അതായത് $79 എന്ന് പറയുമ്പോൾ ഏകദേശം 6500 രൂപ വരും. $5000 അക്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഈ $5000 അക്കൗണ്ടിൽ നിങ്ങൾ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ, ഇപ്പം $5000 സ്വാഭാവികമായിട്ടും 79 കൊടുത്താൽ 5000 തരില്ല. ആ ഒരു ഈ മെയിൻ അക്കൗണ്ട് പാസ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 സ്റ്റേജസ് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ പറഞ്ഞുതരാം. വേണമെങ്കിൽ ഉടൻ തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മൾ $5000 ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് $100 പ്രോഫിറ്റ് ഇട്ട് കഴിഞ്ഞാൽ $80 നിങ്ങൾക്കും $20 ഇവർക്കും കൊടുത്താൽ മതി. നിങ്ങൾ ആകെ സ്പെൻഡ് ചെയ്തേക്കുന്നത് 79 ആണ്. നിങ്ങൾ ഒരൊറ്റ $100, $79 കൊണ്ട് നിങ്ങൾക്ക് $5000 കിട്ടുകയാണ്. അതിൽ നിങ്ങൾ ഒരു ട്രേഡ് എടുത്ത് നിങ്ങൾക്ക് $100 പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത $79 നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ സ്പെൻഡ് ചെയ്ത $79 നിങ്ങൾക്ക് $80 നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. വീണ്ടും ട്രേഡ് ചെയ്യുന്നതെല്ലാം പ്രോഫിറ്റ് ആണ്. അതിന് മുൻപ് 2 സ്റ്റേജസ് ഉണ്ട്. അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സ്റ്റേജസ് ഒന്നും അല്ല, ഈസി ആയിട്ടുള്ള സ്റ്റേജസ് ആണ്. ഏറ്റവും ചെറിയ ആൾക്കാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് 79. ഇനിയിപ്പോൾ നിങ്ങൾക്ക് $1,00,000 അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഉള്ളത് 799 ആണ്. ഞാൻ പേഴ്സണലി ഇത് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബേസോ അല്ലെങ്കിൽ ഈ സ്റ്റാർട്ടർ പാക്ക് കൊടുത്തിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇത് പഠിക്കുന്നതുകൊണ്ട് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റിസ്ക് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. കാരണം ഇവർ കുറച്ച് പ്രോഫിറ്റ് ടാർഗറ്റും മാക്സിമം ഡെയിലി ലോസ് ഒക്കെ പറയുന്നുണ്ട്. സോ അത് കറക്റ്റ് ആയിട്ട് മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ സ്വന്തം പൈസ ഇടുമ്പോൾ പോയാൽ പോയി ഇനിയും അടുത്തു എന്നുള്ള രീതിയിലല്ല. കാരണം നമ്മളിവിടെ ഈ ഒരു $79 $5000 കിട്ടുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ചിന്തിക്കണം. കറക്റ്റ് റിസ്ക് മാനേജ്മെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് തന്നെ $5000 ആണ്. സോ അത് നമ്മുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റിലൂടെ എത്ര ട്രേഡ് വേണമെങ്കിലും എടുക്കാം. ഇത്ര ദിവസം കൊണ്ട് എടുക്കണം എന്നൊന്നുമില്ല. അങ്ങനത്തെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ താഴെ പറയാം. എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ട് ആണ് ഈ കാണുന്നത്. ഞാൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. എനിക്കിപ്പം ഇന്നലെ മെയ്യാന്ന് അക്കൗണ്ട് ആക്ടിവേറ്റേ ഉള്ളൂ. ഞാൻ ആ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ച സമയത്താണ് ആക്ടിവേറ്റ് ആയത്. അപ്പോൾ ഞാനിത് ട്രേഡിംഗ് ചെയ്യാൻ തുടങ്ങണേ ഉള്ളൂ. അതിന് മുമ്പ് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ
പറഞ്ഞിട്ടുള്ള ഇൻഡിക്കേറ്റർ, ഈ ഒരു നമ്മൾ ഉദ്ദേശിച്ച ഇൻഡിക്കേറ്ററിനെ കുറിച്ച് ന്യൂസ് വന്നത് പറയാൻ തോന്നിയത്. അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നത്. അപ്പം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ അക്കൗണ്ട് തുടങ്ങാം. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം, ടെലിഗ്രാമിൽ മെസ്സേജ് അയക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വരും. അപ്പം നമ്മൾ ഇനി പറയാൻ വന്ന ഇൻഡിക്കേറ്ററിലേക്ക് പോവാം. ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ജസ്റ്റ് നമ്മൾ ഇൻഡിക്കേറ്റർ സെക്ഷനിലേക്ക് പോവാം. ഇവിടെ വോളിയം ബേസ്ഡ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസ് എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് നമ്മൾ പറഞ്ഞ ഇൻഡിക്കേറ്റർ. ഈ ഒരു ഇൻഡിക്കേറ്റർ വെച്ച് നമുക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും കാണാൻ പറ്റും. നമ്മുടെ മിക്ക ഈ സ്ട്രാറ്റജിക്കകത്തും നമ്മൾ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഒരു ടൈം ഫ്രെയിമിൽ ട്രെൻഡ് മനസ്സിലാക്കി ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ടാണ് നമ്മൾ ട്രേഡ് എൻട്രി എടുക്കാറ്. അപ്പൊ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിന്റെ സപ്പോർട്ട് റെസിസ്റ്റൻസും വലിയ ടൈം ഫ്രെയിമിന്റെ സപ്പോർട്ട് റെസിസ്റ്റൻസും മാറുന്നതിൽ നമ്മൾ മാറ്റി ടൈം ഫ്രെയിം മാറ്റാറുണ്ട്. എന്നാൽ ഈ പറഞ്ഞ വോളിയം ബേസ്ഡ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസ് എടുത്തു കഴിഞ്ഞാൽ ഒറ്റ ചാർട്ടിന് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിന്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല, 4 ഹവറിന്റെ റെസിസ്റ്റൻസ്, 5 മിനിറ്റിന്റെ റെസിസ്റ്റൻസ്, 5 മിനിറ്റിന്റെ സപ്പോർട്ട്, 4 ഹവറിന്റെ സപ്പോർട്ട്. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ഞാൻ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പോയി കഴിഞ്ഞാൽ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈം ഫ്രെയിമിലാണ്, നമ്മൾ ക്രിപ്റ്റോ ചെയ്യുമ്പോൾ മാക്സിമം 1 അവർ 5 മിനിറ്റിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ 4 അവർ മാറ്റിയിട്ട് 1 അവർ കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് 5 മിനിറ്റ് ആണ് വേണ്ടത്. അതിന് ഞാൻ ഓൾറെഡി 5 മിനിറ്റ് എന്നുള്ള സാധനം ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ 5 മിനിറ്റ് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ ടൈം ഫ്രെയിം വേണോ നിങ്ങൾ അത് ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പം ഞാനിതാ ഇത് കൊടുത്തു. ഇനിയിപ്പം ഇത് മാറ്റിയിട്ട് ഞാൻ 5 മിനിറ്റ് കൊടുക്കുകയാണ്. ഇത് രണ്ടും ഞാൻ സെറ്റ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ ചാർട്ടിനകത്ത് 1 അവറിന്റെയും 5 മിനിറ്റിന്റെയും സപ്പോർട്ടും റെസിസ്റ്റൻസും ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ കൊടുക്കാട്ടോ. ഇപ്പൊ ഞാൻ 4 അവറിന്റെ, അപ്പം 1 അവറിന്റെ ഞാൻ ഇത് ഒരു ഡാർക്ക് ഭയങ്കര ഇതാക്കുകയാണ്. അതായത് ഇതിന്റെ കളർ ഭയങ്കര ഡാർക്ക് ആക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഇത്ര ഡാർക്ക് ആക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കാണിക്കുകയാണ്. ഇതിപ്പം 1 അവറിന്റെ റെസിസ്റ്റൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി 1 അവറിന്റെ സപ്പോർട്ട് കാണണം എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഗ്രീൻ ആക്കാം. ഇച്ചിരി ഡാർക്ക് ആക്കി കഴിഞ്ഞാൽ അത് 1 അവറിന്റെ സപ്പോർട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, 1 അവറിന്റെ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഈ ഗ്രീനും, റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ഈ കാണുന്ന പിങ്ക് കളർ. പിങ്ക് കളറാണ് വിശ്വസിക്കുന്നുണ്ട്, ഈ കളറുമാണ്. ഇനി ഇതേപോലെ 5 മിനിറ്റിലേക്ക് നിങ്ങൾക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ 5 മിനിറ്റിൽ നമുക്ക് ഏത് കളർ വേണേൽ കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഏതിനിപ്പോൾ ഞാൻ യെല്ലോ കൊടുക്കുകയാണ്. യെല്ലോയില് നിങ്ങൾക്ക് 5 മിനിറ്റിന്റെ ഈ സംഭവം കാണണം എന്നുണ്ടെങ്കിൽ ഇതാ ഇപ്പൊ ഈ കാണുന്നത് 5 മിനിറ്റിന്റെ റെസിസ്റ്റൻസ് ആണ്. അതുപോലെ 5 മിനിറ്റിന്റെ സപ്പോർട്ടിന് റെഡ് കൊടുക്കാം. സപ്പോർട്ടിന് റെഡ് ആയിട്ട് കൊടുക്കാം. നമുക്ക് കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കട്ടോ, അതാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇതിപ്പോ ഇത്ര ഡാർക്ക് ആക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇത്ര ഡാർക്ക് ആക്കിയതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഈ ഒരു സംഭവത്തിൽ നിന്ന് ഈ ഒരു ടൈം ഫ്രെയിമിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിന്റെ മൂവ്മെന്റ് മനസ്സിലായി. കാരണം ഇനിയിപ്പോൾ മാർക്കറ്റിൽ ഈ പ്രൈസ് മേലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, സോ ഇവിടെ തട്ടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നമുക്കൊരു എൻട്രി ഇവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രൈസ് ആക്ഷനോ സ്മാർട്ട് മണി വെച്ച എൻട്രി ഇവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും, ഇവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ല താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു റെസിസ്റ്റൻസ് ആണ്, സപ്പോർട്ട് ആണെന്ന് മനസ്സിലാക്കണം. സോ ഇവിടെ തട്ടി റീബൗണ്ട് ചെയ്യാൻ സാധ്യതകളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതുപോലെ എല്ലാം മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിന്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും നമുക്ക് ജസ്റ്റ് ഒരൊറ്റ ഇൻഡിക്കേറ്ററിന്റെ ഹെൽപ്പോട് കൂടി മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. പേര് മറക്കണ്ട, ഞാൻ വീണ്ടും പറയാം. വോളിയം ബേസ്ഡ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസ് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ ഇടുക. നിങ്ങൾക്ക് ഏതൊക്കെ ടൈം ഫ്രെയിമിലാണോ ട്രേഡ് ചെയ്യേണ്ടത് അതിന്റെ സംഭവം ഇവിടെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സപ്പോർട്ടും റെസിസ്റ്റൻസ് സോൺസും മനസ്സിലാക്കാൻ പറ്റും മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിന്റെ. അതിനുശേഷം നിങ്ങൾക്ക് കറക്റ്റ് പ്രോപ്പർ ആയിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിൽ വേണമെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതിനൊരു എക്സാമ്പിൾ കാണിച്ചാൽ ഇവിടെ നോക്കി, ഈ ഒരു സമയത്ത് നമുക്ക് ഇവിടെ സപ്പോർട്ട് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ, ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ടാണ് വന്നേക്കുന്നത് യെല്ലോ കളർ. ഇവിടെ തട്ടിയപ്പോൾ മാർക്കറ്റ് തിരിച്ച് റീബൗണ്ട് ആയി. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഒരു ഷോർട്ട് എടുക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് ഇവിടെ ഈ ഭാഗത്തേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതകളില്ലേ. അതുകൊണ്ട് ഈ ഒരു മാർക്കറ്റ് മേലേക്ക് പോകുന്നു, ഇവിടെ തട്ടിയപ്പം ഒന്ന് റീബൗണ്ട് എടുത്തു. ഇവിടെ നമുക്കൊരു സപ്പോർട്ടാണ്, റെസിസ്റ്റൻസ് ആണ് മനസ്സിലായി. അവിടെ നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ വന്നേനെ, ഇതുവരെ അറ്റ്ലീസ്റ്റ് 1:2 എന്നുള്ള റേഷ്യോ ഈസി ആയിട്ട് കിട്ടിയാൽ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസും വെക്കായിരുന്നു. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിനകത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള ഇൻഡിക്കേറ്റർ ആണ്. നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ഹിഡൻ ആയിട്ടുള്ള കുറെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് സിഗ്നൽ തരുന്നതെന്ന് മാത്രമല്ല നമ്മുടെ പ്രൈസ് ആക്ഷന് വേണ്ടി യൂസ്ഫുൾ ആവുന്ന ഇൻഡിക്കേറ്റർ കൂടിയാണ്. അതാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. ഇനി നമുക്ക് ട്രെൻഡ് ലൈൻ കണ്ടുപിടിക്കേണ്ടതും അതുപോലെ കാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് അതിന്റെ പാറ്റേൺസ്, പല പാറ്റേൺസ് ഉണ്ടല്ലോ, വെഡ്ജ് പാറ്റേൺസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേറ്റർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ട്രേഡിംഗ് വ്യൂവിൽ അവൈലബിൾ ആണ്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ഞാൻ പ്രൈസ് ആക്ഷനും സ്മാർട്ട് മണി ഒക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഇത് ചെയ്യുന്നത് എന്താ വെച്ചാൽ, പ്രൈസ് ആക്ഷൻ ഒക്കെ ചെയ്ത് പഠിക്കുമ്പോൾ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈ ഡിമാൻഡ് ഇമ്പോർട്ടന്റ് ആണ്. മൈനർ കീ ലെവൽ, മേജർ കീ ലെവൽ എന്നൊക്കെ പറയില്ല, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിപ്പം 1 അവറും 4 അവറാണ്, 5 മിനിറ്റ് ആണെങ്കിൽ 1 അവറിന് നമുക്ക് മേജർ കീ ലെവൽ ആക്കാം,
5 മിനിറ്റിന്റെ മൈനർ കീ ലെവൽ ആക്കാം. അപ്പോൾ ചെറിയ ടൈം ഫ്രെയിം എന്നുള്ളത് മൈനർ കീ ലെവൽസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ട്രേഡിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജിയും പ്രൈസ് ആക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ എന്തായാലും ഫ്രീ ആണ്. എന്തായാലും ഫ്രീ ആണ്, മാക്സിമം ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക.